കാഴ്ച കാണുന്നതാണ് എന്നാണ് ഇന്നലെ നാം ധ്യാനിച്ചത്. കാഴ്ച കണ്ണിൽ വന്ന് പെടുന്നതല്ല, നോക്കുന്നതാണ്. നോക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നോക്കാതെ വിടുന്നതൊക്കെ നമ്മുടെ കാഴ്ചയ്ക്ക് പുറത്തായി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ നാം വിട്ടുപോകാത്ത ചില നോട്ടങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നാം കാണുന്നതും കണ്ണടച്ച് കളയുന്നതും എന്തൊക്കെയാണ്? കണ്ണടച്ച് കളയുന്നതിൽ പലതും നാം കണ്ടുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്ന് സമർത്ഥിക്കാനുമാണ് ഞാൻ ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നത്. കാണാതെ പോകുന്നതിനെ കണ്ടെത്താനുള്ള കാഴ്ച നമുക്ക് ഉണ്ടാവണം. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് കാരണഭൂതരായി ഭവിച്ച എല്ലാവരോടും എനിക്കുള്ള സന്തോഷവും നന്ദിയും വീണ്ടും അറിയിക്കുകയും ചെയ്യുന്നു. ആതിഥ്യം നൽകിയ പ്രിയപ്പെട്ട സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ വി.എസ്. വർഗീസിനോടും കൊച്ചമ്മയോടും ഉള്ള എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായുള്ള വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുമാണ്. The Gospel according to Saint Luke, chapter 12, verses 13 to 21 and 31 to 34. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കിടുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയുന്നു. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുന്നു. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു. 31 മുതൽ 33 വരെ 34 വരെ. അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മാംസം, ഞങ്ങളുടെ ജീവൻ
നിങ്കലേക്ക് നോക്കണമെങ്കിൽ ഞങ്ങൾ നിന്നിൽ നിക്ഷേപിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കാണേണ്ടതാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കാണേണ്ടതാണോ കിനാവ് കാണുന്നത് എന്ന് ഈ പുതുവത്സരത്തിൻ്റെ ആദ്യ വാരങ്ങളിൽ ഞങ്ങളോട് തന്നെ ചോദിച്ച് അവിടുന്ന് കാണുന്നത് പോലെ കാണുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. വളരെ പരിചിതമായ ഒരു ഉപമയാണ് യേശു പറഞ്ഞത്. വിജയിച്ച കർഷകൻ്റെ ഉപമ. വിജയിച്ച കർഷകൻ്റെ ഉപമ ഒരു അസാധാരണമായ വിജയം നേടിയെടുത്ത ഒരു മനുഷ്യനെ നോക്കി മണ്ടൻ എന്ന് യേശു വിളിച്ച കഥ. ഈ കഥ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കും എനിക്കും അനുഭവമുള്ള ഒരു ജീവിത സന്ദർഭമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. ഞാൻ മധ്യപ്രദേശിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയത്. അവിടെങ്കിലും ചെന്ന് നന്നായിട്ട് പഠിക്കാം, നാട്ടിൽ നിന്നിട്ടോ ശരിക്കും പഠിച്ചില്ല. അതുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു പഠിത്തവും നടക്കാതെ വണ്ണം നമുക്ക് ചുറ്റും ബാൻഡ് മേളവുമായി കൊതുകുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും പഠിക്കാൻ അനുവദിക്കാത്ത ബാൻഡ് സെറ്റാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടിലിരുന്ന് പഠിക്കാം. അപ്പം കേരളത്തിന് വെളിയിൽ താമസിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൊതുകുവലയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ കിടക്കുന്ന കട്ടിലിൽ ഞാൻ ഇരിക്കും. എന്നിട്ട് കൊതുകുവല ചുറ്റും ഇടും. വളരെ ഭദ്രമായി ഈ വലയുടെ എല്ലാ 4 ഭാഗവും വളരെ കാര്യമായി ഈ മെത്തയുടെ അടിയിലേക്ക് ചുരുട്ടി വയ്ക്കും. എന്നിട്ട് നമ്മൾ അകത്ത് ഏതെങ്കിലും കൊതുകുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കിടക്കുകയോ ഞാൻ പഠിക്കുകയോ ചെയ്യും. നിങ്ങൾ കിടക്കുമ്പോൾ ഞാൻ പഠിക്കുമെന്നല്ല, ഓരോ സന്ദർഭങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കട്ടിലിലിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ഈ വലയ്ക്ക് ചുറ്റുമാണ് ജാഥ പോകുന്നത് പോലെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് കൊതുകുകൾ. കൊതുകിൻ്റെ ഒരു സംഘം. ഞാൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു, വെറുതെ നോക്കുന്നതേ ഉള്ളൂ, വെറുതെ നോക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രിക്ക്, എന്നെ ഒന്ന് കുത്തുന്നത് പോലെ തോന്നി. ഒരു റിഫ്ലക്സ് ആക്ഷനിൽ ഞാനൊരടി കൊടുത്തപ്പോൾ എൻ്റെ ഈ കൈയുടെ മുകളിലെല്ലാം ഒരു തുടം ചോര എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആകുമെങ്കിലും ഒരു നല്ല തുള്ളി ചോര. അപ്പോൾ ഞാൻ ഈ കൊതുകിനെ ഇച്ചിരി നേരം നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു, ഈ കൊതുക് എങ്ങനെ ഇതിനകത്ത് കയറി? ഈ കൊതുക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ ഈ വെളിയിൽ കൂടെ പോയ കൊതുകിനോടൊക്കെ എന്ത് പറഞ്ഞു കാണും? See, I have achieved something that you have been trying so far. കൊതുക് ഇംഗ്ലീഷ് പറയുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇംഗ്ലീഷ് പറയുന്നത്, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരെയൊക്കെ ഞാൻ കൊതുകാക്കി എന്നൊന്നും പറഞ്ഞു കളയരുത്. നമ്മളങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഉടനെ ഇംഗ്ലീഷ് പറയും. കാര്യം മലയാളം ദൈവത്തിന് അറിയത്തില്ല എന്നുള്ള വിചാരമാണ്. അപ്പോൾ ഈ കൊതുക് ഒരു പക്ഷേ ഈ ചുറ്റുമുള്ള കൊതുകിനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കാണും, നിങ്ങൾക്ക് സാധിക്കാഞ്ഞത് ഞാൻ സാധിച്ചെടുത്തു. എന്നിട്ടത് ഇത് ഊറ്റി ഏറ്റവും സമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. അപ്പം ഞാൻ ഈ കൊതുകിനെ നോക്കിയിട്ട് പറഞ്ഞു, മണ്ടൻ. അതിൻ്റെ ലിംഗം അറിയാഞ്ഞോണ്ടോ, അത് മണ്ടിയാണോ മണ്ടനാണോ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. മണ്ടൻ. പിന്നീട് ഞാൻ കൊന്ന ഓരോ കൊതുകിനെയും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്കെപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു നിരീക്ഷണം, എന്നിൽ നിന്ന് രക്ഷപ്പെട്ട കൊതുകുകളൊന്നും അധികം ചോര കുടിച്ചിട്ടുള്ളതല്ല. ഞാൻ കൊന്നിട്ടുള്ള എല്ലാ കൊതുകുകളും അതിനാവശ്യത്തിലധികം ചോര കുടിച്ചതാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം. ബിക്കോസ് ദ എക്സ്ട്രാ disabled it to fly away. സോ ഈ കൊതുകിനെ കണ്ടുകൊണ്ട് ഞാനൊരു പ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നത്, സംടൈംസ്
the extra consumption can become extinguishing. ആവശ്യത്തിലധികം ഊറ്റുന്നത് പലപ്പോഴും അവസാനത്തെ ഊറ്റാണ്. അസാമാന്യമായ വിജയം എന്ന് കരുതുന്നത് പലതും അവസാനത്തേതാണ്. ഈ ഉപമയിലെ ഈ കർഷകനെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, വിജയിച്ചു എന്ന് തോന്നിയ ഒരു മണ്ടൻ. He had an extraordinary feat, but he ended up as nothing. ഇന്നലെ നമ്മൾ കണ്ടത് ലോത്തിൻ്റെ നോട്ടങ്ങളെക്കുറിച്ചാണ്. ലോത്ത് നോക്കിയത് നേട്ടങ്ങളിലേക്കാണ്. ലോത്തിൻ്റെ ഭാര്യ, ഇത് പറഞ്ഞപ്പോൾ എന്നെ കടിച്ചു പോലെ തോന്നുന്നു, ലോത്തിൻ്റെ ഭാര്യ നോക്കിയത് നഷ്ടങ്ങളിലേക്കാണ്. ലോത്തിൻ്റെ മക്കൾ നോക്കിയത് നിലനിൽപ്പിലേക്കാണ്. നാം നോക്കേണ്ടത് നിത്യജീവങ്കിലേക്കാണ്. ഈ നിത്യജീവങ്കിലേക്കുള്ള നമ്മുടെ നോട്ടത്തിൽ, ഈ യാത്രയിൽ നമ്മൾ കാണാതെ പോകരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളാണ് ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുമായി ധ്യാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1, വിമുഖനായ യേശു. 2, വിജയിയായ കർഷകൻ. 3, വിപത്തിലായ കർഷകൻ. വിമുഖനായ യേശു, എ റിപ്പൽസീവ് ജീസസ്. ഈ ഉപമ പറയുന്നതിന് മുൻപ് നാം കാണുന്ന ഒരു സന്ദർഭമുണ്ട്. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയും, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ തടവറയിലാക്കും, നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ പോയി നിൽക്കുമ്പോഴും നിങ്ങൾ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുമ്പോൾ, പുരുഷാരത്തിൽ നിന്ന് ഒരുത്തൻ, ഗുരു, എൻ്റെ സഹോദരനുമായി അവകാശം പങ്കിടുവാൻ നീ കൽപ്പിക്കണം, നീ പറയണം എന്ന് പറഞ്ഞ ഒരു സന്ദർഭമാണിത്. ഒരു നിവേദനവുമായി ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നതാണ്. എന്നാൽ ആ നിവേദനത്തെ യേശു നിരാകരിക്കുന്നതാണ് നാം കാണുന്നത്. ഭൗതിക കാര്യങ്ങളിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന യേശു, ഒരാൾ വന്ന് തൻ്റെ വസ്തു സംബന്ധിച്ചുള്ള പങ്കിടലിൽ നീതി നടപ്പാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, മാൻ, what is there between you and me? I have nothing to do with your problems. I have nothing to do with your division of property. Why? എന്തുകൊണ്ടാണ് ഈ വസ്തുതർക്കത്തിൽ യേശു പങ്കുചേരാതെ പോയത് എന്ന് നോക്കിയാൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാകുന്നു. 1, ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരുത്തൻ സമ്പത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. When Jesus is talking about the kingdom of God, somebody else is talking about a piece of land. എന്നിട്ട് പറയാണ്, എൻ്റേതാണോ അവൻ്റേതാണോ എന്ന് നീ വേർതിരിച്ചു തരണം. 2ാമത്തെ കാര്യം, അതിർത്തി തർക്കത്തിനും വസ്തു പ്രശ്നത്തിനും പിന്നിലുള്ള കാരണം ആർത്തിയാണ് എന്ന് യേശു കണ്ടെത്തി. അതുകൊണ്ട് പലപ്പോഴും അതിർത്തി തർക്കങ്ങൾ വരുമ്പോൾ നമ്മുടെ വിചാരം അതിൽ നീതി ആരുടെ പക്ഷത്താണ് എന്നാണ്. ഇപ്പോൾ 2 സഹോദരന്മാർ അതിർത്തി തർക്കപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പാലസ്തീനും ഹമാസും, പാലസ്തീനിൽ ഇസ്രായേലും ഹമാസും. ഇതിൽ ആരുടെ പക്ഷത്താണ് നീതി? നമ്മൾ പലപ്പോഴും ഏത് പക്ഷത്താണ് നീതി എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, എൻ്റെ വിചാരം ഈ പ്രശ്നവും യേശുവിൻ്റെ മുമ്പിൽ കൊടുത്താൽ യേശു പറയും, വാട്ട് ഹാവ് ഐ ഡു വിത്ത് യു? അത് ഏത് ദേശങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലും യേശു പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിചാരം. ബിക്കോസ് ഇത് പങ്കിട്ട് നീതി നടത്താനുള്ള രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല യേശു വന്നത്. ഇങ്ങനെ വിഭജിച്ച് മത്സരിക്കാനുള്ള ഒരു ലോകക്രമത്തിന് വേണ്ടി അല്ല യേശു വന്നത്. യേശു പറഞ്ഞു, ഐ ഹാവ് നോട്ട് കം ടു ഡിവൈഡ് പീപ്പിൾ,
I have come to bring people together. അതുകൊണ്ട് യേശു പറയുന്നത് അബ്രഹാമും ലോത്തും തമ്മിൽ സാഹോദര്യത്തിൻ്റെ പേരിൽ വസ്തു പങ്കിട്ട് മാറുകയാണ്. അതൊരു നല്ല മോഡലാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചാലും യേശു പറയുന്നത് ആ തരത്തിലുള്ള ഡിവിഷൻ ദൈവരാജ്യത്തിൻ്റെ ദർശനത്തിൽ നോക്കി നീതിയുള്ളതാണോ എന്ന് ചിന്തിക്കണം. ഹമാസ് കൊന്നവരും ഇസ്രായേൽ കൊന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ആരുടെ പക്ഷത്താണെന്ന് പറയുമ്പോൾ ഒരു പക്ഷം ചേരുമ്പോൾ തന്നെ നമ്മൾ അനീതിയുടെ പക്ഷത്താണ്. കാരണം അവിടെ യുദ്ധമേ ഉണ്ടാകരുത്, ലോകത്തിൽ ഒരു യുദ്ധമേ പാടില്ല എന്ന് പറയാനുള്ള വെളിച്ചമാണ് ദൈവരാജ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വെളിച്ചം. അത് മാത്രമല്ല, യേശുവിനെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോ അപേക്ഷയുടെയും പിന്നിലുള്ള കാരണം കൂടെ പരിശോധിച്ചിട്ടേ യേശു ആ യാചന സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എന്ത് യാചിച്ചാലും കിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വല്ലാതെ യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ബിക്കോസ് when you make a petition before the Lord will examine the petition in the light of the kingdom of God that God had sent Jesus Christ to proclaim. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഞാൻ ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി തരുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ വസ്തുവകയെ നോക്കണം, നിന്റെ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നോക്കണം, ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ നോക്കണം. വല്ലാതെയുള്ള യാചനകൾ, സ്വന്തം കാര്യം സാധിക്കാനുള്ള അപേക്ഷകളിൽ യേശു മുഖം തിരിച്ചു നിൽക്കുന്ന വിമുഖനായ ആളാണ്. അതുകൊണ്ട് വസ്തു തർക്കം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഇൻഹെറിറ്റൻസ് ആർക്കാണ് എന്ന് പറയണം എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഇൻഹെറിറ്റൻസിനേക്കാൾ വേറൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് നീ കാണാതെ പോകരുത്. There is something that you have to inherit. Don't close your eyes to the inheritance that I am promising just because you have a piece of land in between you or in front of you. ഭൂമി നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ പരാജയമുണ്ട് എന്ന് യേശു നിഷ്കർഷിക്കുകയാണ്. എന്നിട്ട് യേശു പറഞ്ഞു, നാം സമ്പന്നരാകേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവിക വിഷയമായിട്ടാണ്. ഇന്നലെ അഭിമന്യ തിരുമേനി അവസാനം പറഞ്ഞ വാചകം അതാണ്. ദൈവ വിഷയമായി സമ്പന്നരാകാതെ ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്നവരെല്ലാം ഒറ്റ ബ്രാൻഡ് നെയിമിലെ ദൈവരാജ്യത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെടുകയുള്ളൂ, FOOL. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ നോക്കിയിട്ട് വിളിക്കുന്ന പേര് എന്താകും എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ട ഉത്തരവാദിത്വം എല്ലായ്പ്പോഴും നമുക്കുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കാഴ്ചയിൽ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്തായിരിക്കും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ആലോചനകളിലും അപേക്ഷകളിലും യേശുവിന് താല്പര്യമില്ല. ജീസസ് വിൽ നോട്ട് എൻ്റർടൈൻ മെനി ഓഫ് അവർ റിക്വസ്റ്റ് ആൻഡ് പെറ്റീഷൻസ്. വിമുഖനായ യേശു. രണ്ടാമത് നാം ഇവിടെ കാണുന്നത് വിജയിയായ കർഷകനെയാണ്, വിക്ടോറിയസ് ഫാർമർ. നമ്മൾ പലപ്പോഴും മണ്ടനായ കർഷകൻ എന്നൊക്കെ പറയുമെങ്കിലും നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ നാം കാണുന്നത് ഇദ്ദേഹം വിജയിയായ കർഷകനാണ്. ഹി ഈസ് എ വിക്ടോറിയസ് ഫാമർ. അതിശയകരമായ വിളവുണ്ടായ ഒരു മനുഷ്യൻ. എ മാൻ became successful consistently. His success is not sporadic. His success is not spontaneous. His success is consistent. അതിൽ ഈ വിളവുണ്ടായത് സത്യസന്ധമായി ഉണ്ടായതാണ്. മോഷണമില്ല, പിടിച്ചുപറിയില്ല, ചൂഷണമില്ല, ബാലവേലയില്ല, ദാനം ലഭിച്ചതല്ല, അതിരുമാന്തിയതല്ല, കൈവശാവകാശമോ പിതൃദാനമോ അല്ല. ഈ കർഷകന്റെ ഭൂമി വിളഞ്ഞത് വെറുതെയല്ല. എല്ലുമുറിയെ പണിയെടുത്ത് കാണും, ഏറെ അധ്വാനവും
ഒരുക്കവും സമർപ്പണവും നൽകിയിട്ടുണ്ടാവും. ഞാൻ ഈ ഉപമ വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത്, ഈ വിജയിയായ കർഷകൻ ഒരു നല്ല മാർത്തോമാക്കാരനെ പോലെയാണ്. കക്കാതെയും മോഷ്ടിക്കാതെയും എല്ല് മുറിയെ പണിയെടുത്ത് വെയിലുകൊണ്ട് വിയർത്ത് തണുപ്പറിഞ്ഞ് ഉണ്ടാക്കിയതല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ടാക്സ് അടയ്ക്കൊന്ന് വെട്ടിച്ചെന്നിരിക്കും, ബാക്കി ഒന്നും. He is a typical Marthomite, a successful man in the normal right way, a self-made man, സ്വാഭാഭിമാനവും അർഹതയുമുള്ള ഒരു മനുഷ്യൻ. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇയാൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് എന്തിനാ? പക്ഷെ അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യനെ കുറ്റം പറയുക? കാരണം പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ കുറച്ച് പേർക്കെങ്കിലും ഉള്ളത്, അദ്ദേഹം മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വറുതി കാലത്തേക്ക് സ്വരൂപിച്ചു വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശലോമോൻ പറയും, നീ ക്ഷാമകാലത്തേക്ക് നോക്കി വരും കാലത്തേക്ക് നോക്കി ചരതിച്ചു വെക്കുന്ന ഉറുമ്പിനെ കണ്ട് പഠിപ്പിൻ. ഈ ഉറുമ്പിനെ കണ്ട് പഠിച്ച ഈ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് ബുദ്ധിപൂർവം ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ബുദ്ധിയില്ലാത്തവൻ എന്ന് വിളിക്കുക? ഇനിയും തൻ്റെ വക കൊണ്ട് തിന്നുകയും കുടിക്കുകയും മറ്റുള്ളവരെ പിടിച്ചു പറിക്കാതെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നമ്മൾ എങ്ങനെയാണ് കുറ്റം ആരോപിക്കുക? യേശുദാനും തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിളവുണ്ടായതിൽ കുറ്റം പറയാൻ ഒക്കില്ല, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചതിൽ നമുക്ക് കുറ്റം പറയാൻ ഒക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുകയില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മൾ കുറ്റം പറയുക? ഒരു വിജയിച്ച മനുഷ്യൻ. എന്നാൽ ഇയാൾ വിധിക്കപ്പെടുന്നത് വിജയിച്ചു എന്നതിൻ്റെ പേരിലല്ല. He is not judged because he was victorious. He is judged because of the way he handled his victory. വിജയിച്ചതിലല്ല വിധിക്കപ്പെടുന്നത്, വിജയം കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് വിധിക്കപ്പെട്ടത്. വെറുതെ കിട്ടിയതോ എളുപ്പം കിട്ടിയതോ കൊണ്ടല്ല, നന്നായി അധ്വാനിച്ച് നേടിയത് കൊണ്ട് നാം എന്തു ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മിടുക്കരാണോ മണ്ടരാണോ എന്ന് ദൈവം വിധിക്കുന്നത്. നാം എല്ലുമുറിയെ പണി ചെയ്ത് നമുക്കുണ്ടായ വക നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മിടുക്കരാണോ മണ്ടരാണോ എന്ന് ദൈവം വിധി എഴുതുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: വിമുഖനായ യേശു, വിജയിയായ കർഷകൻ. മൂന്നാമത് വിപത്തിലായ കർഷകൻ. വിപത്തിലായ കർഷകൻ. കർഷകൻ മണ്ടനായത് 4 കാര്യങ്ങൾ കാണാതെ പോയത് കൊണ്ടാണ്. ആ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം കാണുകയും കണ്ണടയ്ക്കുകയും ചെയ്തു. 4 കാര്യങ്ങൾ അദ്ദേഹം കണ്ടു, 4 കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചു. 1, അദ്ദേഹം വിളവ് കണ്ടു, ഉണ്ടാക്കിയവനെ കണ്ടില്ല. അദ്ദേഹം വിളവ് കണ്ടു, വിള നൽകിയവനെ കണ്ടില്ല. വിളവിൻ്റെ അളവ് കണക്ക് കൂട്ടി അളവില്ലാതെ നൽകിയത് ആരാണെന്ന് കാണാതെ പോയി. He looked at the gifts that he had without looking for the giver. He thought this has just happened. ഇതങ്ങ് ഉണ്ടായതാണ്, ഈ നന്നായി ഉണ്ടായത് അങ്ങ് ഉണ്ടായതാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാതെ പോയി. അതുകൊണ്ട് തന്നെ ഈ കണ്ടതിനെ അദ്ദേഹം സ്വന്തമാണ് എന്ന് കരുതി. ഈ വിജയവും വിളയും എൻ്റേതും എനിക്ക് അർഹതപ്പെട്ടതുമാണ് എന്ന് കരുതി. ഞാനല്ലാതെ മറ്റാർക്കും ഈ വിളവിൽ ഒരു പങ്കുമില്ല എന്ന് കരുതി. ഈ ഉപമയിൽ ഈ ആൾ
ഐ ഇങ്ങനെ 5 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഹീസ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ്, ഒഫ്താൽമോളജിസ്റ്റ് അല്ല, ഐ സ്പെഷ്യലിസ്റ്റ്. He couldn't see anybody else responsible for this success. ഈ വിജയത്തിന് വേറെ ആരാണ് ഉത്തരവാദി ഞാനല്ലാതെ? What I am is because of my hard work. എൻ്റെ വിയർപ്പാണ്, എൻ്റെ അധ്വാനമാണ്, എൻ്റെ ബുദ്ധിയാണ്, ഞാൻ 24/7 ജോലി ചെയ്തതാണ്. Nobody is responsible for the rewards that I am heaping or harvesting. My hard work is my harvest. എൻ്റെ അധ്വാനം കൊണ്ടാണ് എനിക്ക് ഈ വിള കിട്ടിയത് എന്നതുകൊണ്ട് ആ വിള എൻ്റെ ഭാവി നിശ്ചയിക്കും. The fruits of my labor will decide my future. ഇപ്പോഴത്തെ മുദ്രാവാക്യം അതാണ്. The fruits of my labor will decide my future. And nobody else is needed to design that future. Because I have enough fruits of my labor. ഞാൻ അധ്വാനിച്ച് ആവശ്യത്തിനുണ്ടാക്കിയിട്ടുണ്ട്. ആ ആവശ്യത്തിനുണ്ടാക്കിയ വക കൊണ്ട് എൻ്റെ ഭാവിയും നടക്കും. He is an autonomous human. I made it. I made it. My work, my earnings, my future. And I am enough. I am enough. ഇയാളുടെ വായിൽ നിന്ന് വരാത്ത ഒരു വാക്കാണ്. When he saw all the goods, he saw only himself. He never saw God. When you keep on looking at the goods, you may close your eyes against God. Because God's goods have this magnetic power of making you to shut your eyes, close your eyes towards God. ഒരു ഓയുടെ കൂടുതലേ ഉള്ളൂ, പക്ഷെ ഒടുക്കലത്തെ ഓയാണത്. ഗുഡിനകത്തുള്ള ഒരു ഒടുക്കലത്തെ ഓ ഉള്ളത് കൊണ്ട് ഗോഡ് ഇല്ലാതെ പോകുന്നു. എഴുതിപ്പിക്കും. ഒരു ഇല്ലൻ്റെ മേടിച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താണെന്ന് ഓർമ്മയുണ്ടോ? വല്ല സാധ്യതയുണ്ടോ? ഒരു പാവപ്പെട്ട അമ്മച്ചി ആർക്കും കാണണമെങ്കിൽ ആദ്യം പറഞ്ഞ വാചകം എന്താണെന്ന്? ദൈവത്തിന് സ്തുതി. അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വല്യമ്മ തൻ്റെ മകൻ എഴുതാൻ പോകുന്ന എഴുത്തിൻ്റെ തലവാചകം ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്ന് ആർക്കെങ്കിലും കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ആകെ ഡിയോ വാലൻ്റെ എന്ന് നമ്മൾ അടിക്കുന്നത് എവിടെയാണ്? ദൈവേഷ്ടമായാൽ എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ. ഗോഡ് വില്ലിംഗ് ഇപ്പം ക്ഷണക്കത്ത് അടിക്കുന്നത് കൊണ്ടും പോസ്റ്റർ ഉള്ളത് കൊണ്ടും ദൈവേഷ്ടമായാൽ എന്ന് എഴുതും. God is becoming invisible and irrelevant from our everyday conversations. 102 വയസ്സുള്ള ഒരു വല്യമ്മയെ കാണാൻ എൻ്റെ വല്യമ്മയുമായി ഞാൻ പോയപ്പോൾ എനിക്കന്ന് 10 വയസ്സാണ്. ആ വല്യമ്മയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ പോരാൻ തുടങ്ങിയപ്പോൾ ആ വല്യമ്മ എൻ്റെ തലയിൽ ഈർക്കിൽ പോലുള്ള വിരൽ വെച്ചിട്ട് പറഞ്ഞു, ദൈവം അനുവദിച്ചാൽ ഇനി കാണാം. ദൈവം അനുവദിച്ചാൽ എന്ന വാക്ക് നമ്മുടെ ഏത് ഭാഷയോട് ചേർന്നാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? From our everyday conversation, God is eclipsed. ദൈവം അപ്രത്യക്ഷപ്പെടുന്ന സംഭാഷണങ്ങളും മനോഗതങ്ങളുമാണ് ഇന്ന് നമ്മെ ഭരിക്കുന്നത്. നമ്മുടെ വാക്കുകളിൽ ദൈവമില്ല. അതുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം പ്രൈസ് ദി ലോർഡ് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നാഴികയിൽ ഒരു വട്ടം പോലും ഇങ്ങനെ ഒരാളില്ല, ഉണ്ടെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ സംസാരിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. മകനെ വിളിക്കുമ്പോൾ ദൈവം അനുവദിച്ചാൽ മോനെ നാളെ വിളിക്കാം എന്ന് മോനോട് വാട്സപ്പിൽ ഒന്ന് പറയാമോ? മോളെ ദൈവം അനുവദിച്ചാൽ വൈകിട്ട് നിന്നെ വിളിക്കാം എന്ന് മോളോടൊന്ന് പറയാമോ? അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാര്യം ദൈവം അനുവദിച്ചാലെന്ന് പറഞ്ഞാൽ വല്ല അത്യാഹിതം സംഭവിക്കാൻ പോകാമെന്നോന്നാ പിള്ളേർ വിചാരിക്കുക.
God willing. Will you say? ദൈവം അനുവദിച്ചതുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് എന്ന ഒരു വാക്കെങ്കിലും നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം എന്ന് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. He has seen the goods. He had not seen God. 2, അയാൾ തന്നെ മാത്രം കണ്ടു, മറ്റുള്ളവരെ കാണാതെ പോയി. He saw himself and he had not seen anybody else. അവൻ കണ്ണ് തുറന്നു വെച്ചതെല്ലാം തൻ്റെ നേരെയാണ്, അവൻ കണ്ണടച്ചു വെച്ചതെല്ലാം മറ്റുള്ളവർക്ക് നേരെയാണ്. കർഷക സ്ത്രീക്ക് വസ്തുവും ധനവും മാത്രം മതി, മറ്റൊന്നും തൻ്റെ ലോകത്തിലില്ല. ഐ നീഡ് ഓൺലി മൈസെൽഫ്. ഇപ്പോൾ അപ്പനമ്മമാരുടെ ആധി, പണ്ടാണെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോൾ ചെറുക്കനും പെണ്ണുമെങ്കിലും വിചാരം വേണം, എനിക്ക് ഒറ്റയ്ക്ക് പോരാ. പക്ഷേ ഇപ്പോൾ പിള്ളേർ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് മതി. ഐ നീഡ് ഓൺലി മൈസെൽഫ് ബിക്കോസ് മൈ ലൈഫ് ഈസ് മൈസെൽഫ്. വൈ ഷുഡ് ഐ ഹാവ് സംബഡി എൽസ്? അതിൽ കുറച്ചൊക്കെ നമ്മുടെ കുഴപ്പമുണ്ട്, അത് പോട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ അവനവനെ കൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പുതിയ കൾച്ചർ, പുതിയതല്ല, വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. അതിന് ആത്മരതി എന്ന് പറയാം, സ്വയരതി എന്ന് പറയാം, സ്വയം ഭോഗം എന്ന് പറയാം, നാർസിസിസം. തന്നെ മാത്രം കാണുന്ന ഒരു മനുഷ്യൻ. എനിക്ക് ആവശ്യത്തിനുണ്ട്, എനിക്കതുകൊണ്ട് ആരുടെ ആവശ്യമില്ല. ഐ ഹാവ് ഇനഫ്, സോ ഐ ഡോണ്ട് നീഡ് എനിബഡി എൽസ്. ഐ ഹാവ് ഇനഫ്, ദാറ്റ് ഈസ് മൈൻ, ഐ ഡോണ്ട് നീഡ് എനിബഡി എൽസ്. സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പെരുമ്പടവം ശ്രീധരൻ്റെ ഭാഗ്യനാഥൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു കഥ കിട്ടുമെങ്കിൽ വായിച്ചു നോക്കണം. ഹൃദയം ഉണ്ടാകുമ്പോഴേ ഞാൻ മാത്രം പോരാ എന്ന വിചാരം വരൂ. ഞാൻ കഥ പറയുന്നില്ല. ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ല, ഞാൻ ഇപ്പം കഴിച്ചാലും തീരത്തില്ല, അതുകൊണ്ട് എനിക്ക് നാളെ കഴിക്കണം. ഈ സീസണിൽ കിട്ടിയത് ഈ സീസണിൽ കൊണ്ട് അവസാനിക്കുന്നില്ല. ഹി ഈസ് ഓൾറെഡി റിച്ച്. അവനോ ഇപ്പം തന്നെ ധനികനാണ്. ആ ധനികന് ഈ സീസണിൽ കഴിക്കാനുള്ളതിൽ കൂടുതൽ കിട്ടി. ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം, ഇനി ഇതെങ്ങനെ സ്റ്റോറേജ് ചെയ്യും? കാര്യം മറ്റാരും ആവശ്യമുള്ളവരില്ലല്ലോ, ഈ വിളവിന് ആവശ്യമുള്ള ആരെയും കണ്ടില്ലല്ലോ. അംബ്രോസ് പറയുന്നുണ്ട്, the rich man had storage space available in the mouths of the needy. ഞാനിതെവിടെ കൂട്ടി വെക്കുമെന്ന് പരവേശപ്പെടുന്ന ഈ മനുഷ്യൻ ചുറ്റും നോക്കിയിരുന്നെങ്കിൽ ഈ ഭക്ഷണം നിക്ഷേപിക്കാൻ തുറന്നു വെച്ചിരുന്ന വായുകൾ ചുറ്റുപാടും എമ്പാടും ഉണ്ടായിരുന്നു. But he could not see because he closed his eyes. ഞാൻ ശുശ്രൂഷ ചെയ്ത ഇടവകളിലും അല്ലാത്ത ഇടവകളിലും പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യം, ആർ ദർ എനി നീഡി പീപ്പിൾ അമംഗ് യു? മോസ്റ്റ് ഓഫ് ദ ടൈം പീപ്പിൾ വിൽ സേ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ വലിയ അത്യാവശ്യമുള്ളവരൊന്നും ഇല്ല. ഒന്നുകൂടെ നോക്കാൻ പറയുമ്പോഴാണ്, രണ്ടേ ഉള്ളോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല 4 ഉള്ളോ എന്ന് ചോദിക്കുമ്പം ചോദിച്ച് വരുമ്പം 40 കാണും. ബിക്കോസ് വി ആർ നോട്ട് open enough, we have not opened our eyes enough to see where the storage facilities are available to share your extra with. ഈ മനുഷ്യൻ ലഭിച്ചതിൽ അധികം ലഭിച്ചത് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ അതിർത്തി അയാൾ കാണാതെ പോയി. He did not see the boundary of his needs. ഞാൻ ഇന്നലെ പറഞ്ഞു, ആഗ്രഹങ്ങൾക്ക് അതിർത്തി വരയ്ക്കുന്നതാണ് അനുഗ്രഹം. ആഗ്രഹങ്ങൾക്ക് അതിർത്തി വയ്ക്കുന്നതാണ് അനുഗ്രഹം. ആഗ്രഹങ്ങളുടെ അതിർത്തി പിടിവിട്ടു പോകുന്നതാണ് ശാപം. ആഗ്രഹങ്ങളുടെ അതിർത്തിയുടെ അതിര് മാഞ്ഞു പോകുന്നതാണ് ശാപം. He saw only himself. 3,
He saw only his body but did not see his life. അയാളുടെ ശരീരം മാത്രമേ കണ്ടുള്ളൂ, അയാളുടെ ജീവൻ കണ്ടില്ല. കർഷകന്റെ പകൽ കിനാവ് ഉപഭോഗത്തിൻ്റെ ജീവിതമാണ്. ഇയാൾ പറയാണ്, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിച്ചു, എൻ്റെ ആലോചന കൊണ്ട് ഞാൻ നേടി, ഇനിയും കിട്ടിയത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് ആനന്ദിച്ച് ഉപഭോഗിച്ച് ജീവിക്കണം. ഉപഭോഗത്തിൻ്റെ ജീവിതമാണ്. ഇയാളെ തന്നെ അടയാളപ്പെടുത്തുന്നത് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ്. ഭാവി ആനന്ദത്തിൻ്റെതാണ്. കാരണം തൻ്റെ ശരീരത്തെ ആനന്ദിപ്പിക്കാനുള്ളതെല്ലാം ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. So he considered himself as the ultimate body. ഈ ശരീരത്തിനപ്പുറമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണുന്നതിൽ അയാൾ പരാജയപ്പെടുകയാണ്. And he is inviting himself to a life of bodily pleasures. ശരീരത്തിൻ്റെ അനന്തമായ ആഗ്രഹങ്ങളുടെ നിവർത്തിയിലേക്ക് അയാളെ തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അയാളുടെ ഭാവിയിലേക്ക് നോക്കി, ഞാൻ എൻ്റെ ബോഡിലി പ്ലഷേഴ്സിൽ ആനന്ദിച്ചുകൊണ്ട് രമിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ലഹരിയിലേക്ക് കിനാവ് കാണുന്ന കർഷകൻ. ഇന്ന് നമ്മൾ ലഹരി വിരുദ്ധ ഞായറാഴ്ചയായി കൊണ്ടാടുന്നു. ഈ വേദഭാഗം ഞാൻ അത് വിചാരിച്ചെടുത്തതല്ലെങ്കിലും എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു വാചകം ഇവിടെ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഈ വേദഭാഗത്തിൽ യേശു പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുവിൻ, സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ, സൂക്ഷിച്ച്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ ഇതിൻ്റെ ചില ട്രാൻസ്ലേഷൻസിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബിവെയർ ഓഫ് ഓൾ അൺസാറ്റിയബിൾ ഡിസയേഴ്സ്, മതി വരുത്താത്ത കൊതികളിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് മാത്രമല്ല, ബിവെയർ ഓഫ് ഓൾ അൺസാഷ്യബിൾ ഡിസയേഴ്സ്, മതി വരുത്താത്ത കൊതികളിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുവിൻ. മതി വരുത്താത്ത കൊതിയാണ് ലഹരി. ഏത് ലഹരിയും മതി വരുത്തുന്നതല്ല. മതി വരുത്തുന്നതല്ല എന്നതുകൊണ്ടാണ് അത് ലഹരിയായി മാറുന്നത്. സാബു അച്ഛനും അതിന് മുൻപ് ഞാൻ ആരാ പറഞ്ഞതെന്ന് കേട്ടില്ല, നമ്മൾക്ക് ഇവിടെ പരസ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ദിസ് ഈസ് ആൻ ഇൻഡസ്ട്രി ദാറ്റ് ഈസ് മേക്കിംഗ് us to abuse material for our pleasure. ബോഡിയും മാറ്ററും തമ്മിലുള്ള ബോർഡർ ഇല്ലാതെ പോകുമ്പോഴാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. എൻ്റെ ശരീരത്തിന് മതി വരുത്താത്തതായി ഒന്ന് മാറുമ്പോൾ അത് എന്തുമാവട്ടെ, അത് ആസക്തിയും ലഹരിയുമായി മാറുകയാണ്. സെലിബ്രേഷൻ ആസ് ആൻ അൺലിമിറ്റഡ് കൺസംഷൻ. ജീവിതം എന്ന് പറയുന്നത് അവസാനിക്കാത്ത ഉപഭോഗത്തിൻ്റെ ആനന്ദമായി കാണുന്ന ഒരു ലഹരിയുടെ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനി ഈ പന്തലിൽ ഇവിടെയാണോ പറഞ്ഞത് എന്നെനിക്ക് ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞ ഒരു കാര്യം എല്ലാ ബഹുമാനവും തിരുമേനിയോട് നിലനിർത്തി ഞാൻ ആവർത്തിക്കുകയാണ്. കോട്ടയത്തുകാരൻ ഒരു അവറാച്ചൻ്റെ കഥ പറഞ്ഞു വരുമ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചിലർക്കെങ്കിലും. കോട്ടയത്തൊരു അവറാച്ചനുണ്ടായിരുന്നു. അവറാച്ചന് 18 വയസ്സായപ്പോൾ ഉപരിപഠനത്തിന് ലണ്ടനിൽ പോയി. ഉപരിപഠനത്തിന് ലണ്ടനിൽ പോയി ആദ്യത്തെ ആഴ്ചയിൽ അവിടുത്തെ വെൽക്കം പാർട്ടി പ്രൊഫസർ ഹോസ്റ്റ് ചെയ്തു. അവറാച്ചൻ ആ ഈവനിങ് പാർട്ടിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ സ്റ്റാർട്ടേഴ്സിനോടൊപ്പം മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം കൊണ്ടുവന്നു. അദ്ദേഹം
ഒന്ന് മടിച്ചു. പക്ഷെ കൊണ്ടുവന്നയാളും ഇറമ്പിൽ നിന്ന പ്രൊഫസറും ഹാഫ് ഏബ്രഹാം ഹാഫ് എന്ന് പറഞ്ഞു. അദ്ദേഹം കൈനീട്ടി ഈ ചഷകമെടുത്തു. ചുണ്ടോടടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു വിളി, അവറാച്ച കുടിക്കരുത്. അമ്മയുടെ സ്വരമാണ്, അവറാച്ച കുടിക്കരുത്. പുള്ളി ചുറ്റും പറ്റി നോക്കി, അമ്മ കോട്ടയത്തല്ലേ, അമ്മ എങ്ങനെ പറയാനാണ്, അപ്പം ചുമ്മാ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ഇത് ചുണ്ടോടടുപ്പിച്ചപ്പോൾ വീണ്ടും അവറാച്ച കുടിക്കരുത്. അദ്ദേഹം കുടിച്ചില്ല. അവധിക്ക് വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ അപ്പൻ ഇതിൻ്റെ ഉസ്താദാണ്. നീ ഉണ്ടായി, നീ പിച്ച വയ്ക്കുന്നതിന് മുമ്പ് നിന്നെ എൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ ചെവിയിൽ പറഞ്ഞു, അവറാച്ച നീ കുടിക്കരുത്. 6 മാസം ആകുന്നതിന് മുമ്പ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 8ഉം പൊട്ടും തിരിയാത്ത കാലത്ത് അമ്മ ചെവിയിൽ പറഞ്ഞതാണ് ലണ്ടനിൽ പൊട്ടിയത്. ഇവിടെ ഇരിക്കുന്ന എത്ര അമ്മമാർ മക്കളെയും കൊച്ചുമക്കളെയും ചെവിയിൽ മടിയിലിരുത്തി ചെവിയിൽ പറയും, കുടിക്കരുത്, വലിക്കരുത്, ഒരു ലഹരിക്കും അടിമപ്പെടരുതെന്ന് പറയാമോ? പറയുമോ? അപ്പൻ പറയുമോ? ഒരു കാലത്ത് നവീകരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. നവീകരണത്തിൻ്റെ മിനിമം ഗ്യാരണ്ടി ജീവിതത്തിൻ്റെ ചില ലഹരി വിരുദ്ധ സമീപനങ്ങളായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൻ്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ പള്ളിക്ക് ചുറ്റുമുള്ള വഴികളിൽ ആകാശത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ മൂക്കിനേക്കിൽ നിന്ന് ഉയരുന്നതിനേക്കാൾ വലിയ പുക വിടുന്ന പെമ്പിള്ളാരെ കാണുമ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഇതുപോലുള്ള ഒരു സാധനത്തെ, ചെറുക്കനെയും പെണ്ണിനെയും ഇവൻ്റെയൊക്കെ വീട്ടിൽ ഹൗസ് വിസിറ്റിന് ചെയ്യുന്ന കാണുമ്പം ഇത് വല്ലോ നമ്മൾ വിചാരിക്കുമോ? ഇപ്പോൾ നാട്ടിലാർക്കും പിള്ളേരെ പഠിപ്പിക്കണ്ട കാര്യം, നാടും പിന്നെ പോട്ടെ പറയുന്നില്ല ഞാൻ. പക്ഷേ പിള്ളേരങ്ങ് പറക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പിള്ളേരെ എവിടെയെങ്കിലുമൊക്കെ വിടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പോകുന്നിടത്ത് പറഞ്ഞു വിടണം, ചെവിയിൽ പറഞ്ഞു വിടണം. ലഹരി പാടില്ല, അവറാച്ച കുടിക്കരുത്. ഇപ്പോഴത്തെ പിന്നെ അതൊന്നും അല്ല, പോട്ടെ, കോ വർക്കിംഗ് കോ ലിവിങ് അതൊന്നും ഞാൻ പറഞ്ഞു വിടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഭക്ഷണമേശകൾ, നമ്മുടെ ഭവനങ്ങൾ പ്രതിജ്ഞ എടുക്കുന്ന ഭവനങ്ങളായി മാറണം. വൈകിട്ട് പകല് മക്കളോട് പറയണം, നീ തിന്നു മുടിക്കരുത്, തീറ്റി നിന്റെ ഒരു ലഹരിയായി മാറരുത്. ഈയിടെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ പറയല്ലേ, വേറെ എവിടെയെങ്കിലും പറയണം. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് കൺഫസ് ചെയ്തു. അവന് ഭയങ്കര കുറ്റബോധം. അച്ഛൻ ചോദിച്ചു, എന്താണ് മോനെ? അവൻ അച്ഛനോട് പറഞ്ഞു, ഐ ഡ്രിങ്ക്. 9 വയസ്സുള്ള കൊച്ച്, ഐ ഡ്രിങ്ക്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഫ്രം വേർ? എവിടുന്നാണ് നീ കുടിക്കുന്നേ? അപ്പം അവൻ പറഞ്ഞു, അമ്മ കുടിച്ചേച്ച് വെക്കുന്ന ബിയറിൻ്റെ ബാക്കിയാണ് കുടിക്കുന്നതെന്ന്. ഈ കാര്യങ്ങളിലെങ്കിലും എൻ്റെ പൊന്നമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ പുരുഷ സമത്വത്തിന് പോകല്ലേ? ശനിയാഴ്ച വൈകിട്ട് ക്ലബ്ബുകളിൽ നിന്നിറങ്ങി ഹൈ ഹീലിൽ തെന്നിപ്പോകുന്ന കുറേ എണ്ണത്തെ നമുക്കിപ്പോൾ കാണാം. സ്ത്രീ പുരുഷ സമത്വം ഈ കാര്യത്തിൽ വേണ്ട. പണ്ട് സ്ത്രീകളെന്നെങ്കിലും പറഞ്ഞാൽ കുറച്ച് മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്യാരണ്ടിയും
ഇല്ല. നവീകരണക്കാരന് ഗ്യാരണ്ടി ഇല്ല, നവീകരണക്കാരി സ്ത്രീകൾക്കും ഗ്യാരണ്ടി ഇല്ല. എവറിബഡി ഈസ് അൺലിമിറ്റഡ് കൺസംഷനാണ്. ഞാനൊരു കൊച്ചനോട് ചോദിച്ചു, മോനെ എന്താണ് സെലിബ്രേഷൻ? അപ്പോൾ അവൻ പറയുകയാണ് അൺലിമിറ്റഡ് കൺസംഷൻ. സെലിബ്രേഷൻ ഈസ് അൺലിമിറ്റഡ് കൺസംഷൻ. ഞാൻ ചോദിച്ചു എന്തിൻ്റെ? അടുത്ത വാചകമാണ് ഓഫ് എവറിഥിങ്. യു ഇമാജിൻ അൺലിമിറ്റഡ് കൺസംഷൻ ഓഫ് എവറിഥിങ്. കബാബിൻ്റെ അല്ല, വറക്കാത്ത ഇറച്ചിയുടെയും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. സെലിബ്രേഷൻ can become an addiction. He is looking at his body and says, I will cater to my body. He is seeing his body. He is not seeing his life. നാലാമത്, അയാൾ കാണുന്നത് ഈ ലോക ജീവിതമാണ്, കാണാതെ പോയത് വരുവാനുള്ള ജീവിതമാണ്. അയാൾ he is looking at the earthly life and he is not looking at the eternal life. He is looking at the present kingdom and he is not looking at the coming kingdom. യേശു പറഞ്ഞു പുതിയൊരു രാജ്യം വരുന്നു. The kingdom of God is coming. But he is not craving for the coming kingdom. He is catering only to the present kingdom. ഈ ലോകത്തിന് വേണ്ടി ശ്രദ്ധിക്കുകയും നിത്യലോകത്തെ മറന്നുപോവുകയും ചെയ്യുന്നു. എന്തൊരു മണ്ടരാണ് നമ്മൾ. 30-40 വർഷം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ 30-40 വർഷം അധ്വാനിക്കുന്നത്. ജസ്റ്റ് ഫോർ 20 or 30 years നമ്മൾ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി 40 വർഷം നമ്മൾ അധ്വാനിക്കും. ഇത് കഴിഞ്ഞുള്ള അൺലിമിറ്റഡ് ലോകത്തിന് വേണ്ടി എത്ര കൊല്ലം അധ്വാനിക്കും? എന്ത് പ്ലാനിങ് ആണ്? എന്ത് സെക്യൂരിറ്റിയാണ്? എന്ത് ഇൻഷുറൻസ് ആണ് നമുക്കുള്ളത്? കുറച്ച് നാളത്തേക്കുള്ള ജീവിതം ബുദ്ധിപരമായി ആസൂത്രണം ചെയ്യുന്നവർ ഏറിയ നാളത്തേക്കുള്ള ജീവിതം ഒരുക്കുന്നതിൽ ബോഷരായി പോകുന്നു. 4 കാഴ്ചക്കുറവുകളാണ്. 4 കാര്യങ്ങൾ അദ്ദേഹം കണ്ടു. വിള കണ്ടു, വിള നൽകിയവനെ കണ്ടില്ല. തന്നെ സ്വയം കണ്ടു, മറ്റുള്ളവരെ കണ്ടില്ല. സ്വന്തം ശരീരം കണ്ടു, ജീവനെ കണ്ടില്ല. ഈ ലോകത്തെ കണ്ടു, വരാനുള്ള ലോകത്തെ, വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ കണ്ടില്ല. യേശു ഈ ഉപമ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ പറയാത്ത ഒരു സംഭാഷണം കൂടെ ഉണ്ട്. In his dialogue, there is no mention of one person. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആരാ? ദൈവം. എന്നാൽ ഇയാൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കഥാപാത്രത്തെയും ഒരു ജീവിതാനുഭവത്തെയും കൂടെ യേശു പുതുതായി ഈ കഥയിലോട്ട് കൊണ്ടുവന്നു. Jesus is introducing a new character and also a new life situation. എന്നിട്ട് പറഞ്ഞു, അവൻ ഇത്രയും നാളും അവൻ്റെ ഭാവിയിലേക്ക് നോക്കി ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് പെട്ടെന്ന് ഒരു പുതിയ കഥാപാത്രം വന്നു. യേശു പറഞ്ഞ ഒരേ ഒരു ഉപമയിൽ മാത്രമാണ് ദൈവം ഒരു കഥാപാത്രമായി ഇറങ്ങി വരുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. അത് ഈ ഉപമയിലാണ്. ദൈവമോ an unseen, unexpected. ദൈവത്തെയും മരണത്തെയും കൂടെ കാണണം. കാരണം ദൈവത്തെയും മരണത്തെയും കൂടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിതത്തെ കാണാത്തവർ മണ്ടരാണ്. നമ്മൾ എപ്പോഴാണ് മിടുക്കരാകുന്നത്? നമ്മൾ മിടുക്കരാകുന്നത് ദൈവത്തെയും മരണത്തെയും മുൻനിർത്തിക്കൊണ്ട് ഈ ലോക ജീവിതത്തെ നാം വിഭാവന ചെയ്യുമ്പോഴാണ്. ദൈവത്തിനും മരണത്തിനും നേരെ കണ്ണടയ്ക്കുന്നതാണ് ഭോഷത്വം. എന്നിട്ട് യേശു പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നനാകണം. നീ സമ്പന്നനായതേ ഉള്ളൂ, നീ ദൈവവിഷയമായി സമ്പന്നനാകണം. എപ്പോഴാണ് നമ്മൾ ദൈവവിഷയമായി സമ്പന്നനാകുന്നത്? What you will do with your extra.
നിനക്ക് അധികമുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നീ എവിടെയാണ് സമ്പന്നനാകുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് വെൻ വിൽ യു സേ ദാറ്റ് യു ഹാവ് എക്സ്ട്രാ? ഈ രണ്ടു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. എനിക്ക് അധികമുള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? എനിക്ക് അധികം എന്ന് ഞാൻ പറയുന്നത് എപ്പോഴാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഈ ഉപമ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഈ എക്സ്ട്രായെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വഴി ലൂക്കോസ് പറയുന്നുണ്ട്. 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 ഉള്ളെങ്കിലും 1 എക്സ്ട്രാ ആണെന്നാ, അല്ല 50-50 എന്നല്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു മൈ ഓൾ ന്യൂ ടെസ്റ്റമെന്റ് പ്രൊഫസേഴ്സ് ഹിയർ, കിട്ടുന്നതിൻ്റെ പകുതി കൊടുക്കണമെന്നല്ല യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് 50%. ഈവൻ ഇഫ് ഓൺലി യു ഹാവ് 2, 1 ഈസ് എക്സ്ട്രാ. ദിസ് ഈസ് ദ ഡിമാൻഡ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ ഈ വർഷം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ എൻ്റെ അധികം കൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് എപ്പോഴാണ് അധികം ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഞാൻ അധികം എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങളതുകൊണ്ട് സമ്പന്നരാകേണ്ടത് കാണേണ്ടത് കാണുമ്പോഴാണ്. കാണേണ്ടുന്നത് കാണുമ്പോഴും അതിനുവേണ്ടി കരുതുമ്പോഴുമാണ് നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരായി തീരുന്നത്. എപ്പോഴാണ് ആ അനുഭവം? ഈ വേദഭാഗം കഴിഞ്ഞ് ഇങ്ങനെ യേശു പറയുകയാണ്. ഇവൻ പാണ്ഡികശാല ഒരുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യേശു അടുത്ത വാചകം പറയുന്നത് എന്താണ്? നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർക്ക് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അതാണ് കാഴ്ച. നമ്മുടെ കാഴ്ച എവിടെയാണ്? പാണ്ഡികശാലയും കളപ്പുരയും കൂട്ടിവെക്കാത്തപ്പോൾ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ രാജ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ദൈവവിഷയമായി സമ്പന്നരാവുക. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് കാണണം, എന്ത് കാണാതെ പോകരുത്. വിളവ് കാണുകയും വിധാതാവിനെ കാണാതെ പോവുകയും ചെയ്ത മണ്ടൻ, സ്വയം കാണുകയും മറ്റുള്ളവരെ കാണാതെ പോവുകയും ചെയ്യുന്ന ഭോഷത്വം, ശരീരത്തെ കാണുകയും ജീവനെ കാണാതെ പോവുകയും ചെയ്യുന്ന വൈകൃതം, ഈ ലോകത്തെ കാണുകയും വരുവാനുള്ള ലോകത്തെ തുച്ഛീകരിക്കുകയും ചെയ്യുന്ന നിക്ഷേപങ്ങൾ, ഈ കാഴ്ച മാറണം. ഈ കാഴ്ച മാറണമെങ്കിൽ നമ്മുടെ കാഴ്ചകളെ കഴുകണം. നമ്മുടെ കാഴ്ചകളെ കഴുകണം. നമ്മുടെ കാഴ്ചകളെ കഴുകുമ്പോഴാണ് നമ്മുടെ കാഴ്ച മിഴിവുള്ളതാകുന്നത്. ആ മിഴിവുള്ള കാഴ്ചയാണ് ഓരോ ആരാധനയിലും നമുക്ക് ഓഫർ ചെയ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട തിരുമേനി ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചത്. ചിലപ്പോഴെങ്കിലും നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന പാട്ട് ഈ കാഴ്ച എവിടെ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. വെളിവു നിറഞ്ഞ, ബാക്കി എന്തുവാ? വെളിവ് നിറഞ്ഞ. വെളിവ് നിറഞ്ഞ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട് വെളിവിന്. എന്തുവാ വെളിവിന് 2 അർത്ഥം? വെളിവിന് 2 അർത്ഥമുണ്ട്. എന്തുവാ? ചിലർക്ക് പകലും വെളിവില്ല. പിന്നെ വെളിവെന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇല്ലയോ? ബുദ്ധി, വെളിവുള്ള മനുഷ്യൻ, ബുദ്ധി. അപ്പോൾ വെളിച്ചം. അപ്പം ബുദ്ധിയും വെളിച്ചവും എവിടെയാണ്? ഈ രക്ഷകനിലാണ്. വെളിവ് നിറഞ്ഞ രക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങൾ ഇന്ന് എന്ത് കാണുന്നു? വെളിച്ചം കാണുന്നു. നമ്മൾ കാണേണ്ടത്, ഇരുൾവാസികളായ നമ്മൾ കാണേണ്ടത് ഈ വെളിച്ചമാണ്. വെളിവ് നിറഞ്ഞ രക്ഷകനിലുള്ള വെളിച്ചം നമ്മൾ കണ്ണടയ്ക്കാതെ കാണേണ്ടതാണ്. കാഴ്ചയെ കഴുകി മിഴിവുള്ള കാഴ്ചക്കാരായി മാറേണ്ടതാണ്. വിശുദ്ധ കുർബാന അവസാനിച്ചതാണ്. നമുക്ക് വീണ്ടും പാടണം ഈ 4 വരികൾ.
വെളിവു നിറഞ്ഞ പ്രേക്ഷകനേ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിൽ വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥപിതാവിൻ കാതിരേ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്